ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ, എന്നെ വിളിക്കണ്ട. മോളെ, അമ്മയല്ലേ പറഞ്ഞു. എന്റെ അമ്മ വേറെയാ, എനിക്ക് ആ അമ്മ മതി. അമ്മേ, അമ്മേ, മോളെ, വീട്, അമ്മേ, അമ്മേ, വീട്, മോളെ, മോളെ. മുത്തശ്ശി ചിന്തിച്ചത് ശരിയാ. അച്ഛനും അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ, എന്നാ നീ സൂക്ഷിച്ചോ. ഞാനേ ഉടനെ അങ്ങോട്ട് വരാം. ഞാൻ വരുന്നത് വരെ കൊന്നാലും നീ വീട്ടിൽ നിന്ന് വെളിയിറങ്ങരുത്, കേട്ടല്ലോ? ശരി മുത്തശ്ശി. ഓഹ് എടി, ആദ്യം നീ നിന്റെ ഈ ഫോണൊക്കെ ഒന്നുകൊണ്ട് ഒളിപ്പിച്ചു വെക്ക്. എന്നിട്ട് അവിടെ നീ ഏതവസ്ഥയിലാണോ നിൽക്കുന്നത് അത് തന്നെ ചെയ്യ്. ശരി മുത്തശ്ശി. അല്ല ദേവേട്ട, ഇതെന്താ രണ്ടുപേരും വെളിയിൽ നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? വരൂ വരൂ. വരിക. പ്രിയങ്ക എവിടെ? തിരക്ക് പിടിക്കണ്ട, ആദ്യം രണ്ടുപേരും ഇരിക്കും. അയ്യോ അതല്ല, അമ്മ അറിയാതെ ഞങ്ങൾ പോകുന്നത്. എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിയ നന്നായിരുന്നു. ജയഭാരതി അമ്മയ്ക്ക് അറിയാലോ, പ്രിയങ്കയെ കൊണ്ടുവരാനാണ് ഞങ്ങൾ കനിമംഗലത്തേക്ക് വരുന്നതെന്ന് അറിഞ്ഞാൽ അമ്മ ബഹളം ഉണ്ടാക്കും. അത് വീണ്ടും ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല തിരുമേനി. തിരുമേനി യശോദയിൽ നിൽക്കുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാലോ. നിങ്ങളെ ആരും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ നല്ല മനസ്സ്. തിരുമേനി ഇരിക്കെ, ഞങ്ങൾ പോയി പ്രിയങ്ക മോളെ ഒന്ന് നോക്കട്ടെ. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ഇരിക്കൂ. ആയിക്കോട്ടെ. മോളെ പ്രിയങ്കേ. മോളെ, മോളെ. പ്രിയങ്കയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. മോൾ അച്ഛൻ്റെ കൂടെ പോകുന്നില്ലേ? ഇല്ല. അതെന്ത് പണിയാ മോളെ? മോളെ കാണാൻ കൊതിയായിട്ടല്ലേ അച്ഛനും അമ്മയും വന്നത്. വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഞാൻ വരൂല, എനിക്ക് ഇവിടെ നിന്നാ മതി. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോളെ. മോളെ അച്ഛന്റെ അമ്മയുടെയും കൂടെ വന്നേ പറ്റൂ. വാ. പ്രിയങ്ക മോള് പൊയ്ക്കോ മോളെ. മോള് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കണം, നല്ല കുട്ടിയായിട്ട് കഴിയണം, കേട്ടോ? ഞാൻ വരൂല എന്ന് പറഞ്ഞില്ലേ, എന്നെ വിളിക്കണ്ട. മോളെ, അമ്മയല്ലേ പറഞ്ഞു. എന്റെ അമ്മ വേറെയാ, എനിക്ക് ആ അമ്മ മതി. അമ്മേ, അമ്മേ, മോളെ, വീട്, അമ്മേ, അമ്മേ, വീട്, മോളെ, മോളെ. അമ്മേ, അമ്മ, അമ്മ എനിക്ക് വിശക്കുന്നു. അമ്മ, എനിക്ക് ഭക്ഷണം തരുവോ? ഭക്ഷണമൊന്നും എടുക്കണ്ട പത്മിനി, ഞങ്ങള് മോളെയും കൂട്ടി പോവാ. എനിക്ക് വിശക്കുന്നു അമ്മ, നല്ല പോലെ വിശപ്പുണ്ട്. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുവോ? യശോദേ, ആദ്യം മോൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പോവാം. അതിനൊക്കെ നിന്നാ സമയം വൈകും. കുഴപ്പമില്ലമ്മേ, ഞാനിപ്പോ എടുത്തു കൊടുക്കാം. വാ മോളെ. നമസ്കാരം. നമസ്കാരം. പരമേശ്വരൻ സാറ് ഉറക്കോ മറ്റോ ആയിരിക്കും കരുതി, അതാണ് ബുദ്ധിമുട്ടിക്കായിരുന്നു. ഏയ്, അത് സാരമില്ല തിരുമേനി. ഞങ്ങള് പ്രിയങ്കയെ കൊണ്ടുപോകാൻ വന്നതാ. ആ,
പ്രിയങ്ക മോള് ഇവിടെ നിൽക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് തിരുമേനിക്ക് അറിയാലോ. എല്ലാ വശവും പരിഗണിച്ചല്ലേ കുടുംബത്തിലെ കാരണവന്മാർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. എനിക്കത് മനസ്സിലാവും. അന്നത്തെ സാഹചര്യത്തില് അവൾ ഒന്നും കഴിക്കാതെയൊക്കെ നടക്കുന്ന കണ്ടപ്പോ നിർത്തേണ്ടി വന്നതാ. അതാ, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. അയ്യോ തിരുമേനി, പരാതിയും പരിഭവമൊന്നുമില്ല. നമ്മൾ തമ്മിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. പ്രിയങ്ക മോള് എത്രയും പെട്ടെന്ന് സുഖപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. പക്ഷേ രാധിക മോളെ വേദനിപ്പിക്കുന്ന കാര്യം ചിന്തിക്കാൻ വയ്യല്ലോ. തിരുമേനി വരൂ. മോളെ ഇരിക്ക്. അമ്മ എനിക്ക് വാരിത്തരോ? ഇരിക്ക്. മുത്തശ്ശി വരുന്നത് വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ പുറത്താക്കും. വേഗം കഴിക്കും മോളെ, അച്ഛന് പോകാൻ തിരക്കുണ്ട്. കണ്ടോ അമ്മ, ഞാൻ കഴിക്കുമ്പോ ഓരോന്ന് പറയുന്ന കേട്ടോ. അവള് കഴിക്കട്ടെ യശോദേ, വയറ് നിറച്ച് കഴിക്കട്ടെ.